എ.വി. ജയശങ്കർ, പ്രധാനപ്പെട്ട ചോദ്യം, കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമോ, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. ഇന്നലെ CPM-ലെ ചില നേതാക്കളെ വിളിച്ച് കെ.ബി. ഗണേഷ് കുമാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ CPM-നോ മുഖ്യമന്ത്രിക്കോ ഈ കാര്യം ശരിക്കും അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അപകടകരമായത് പിന്നീട് അതിനുശേഷം കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണമാണ്. ആ പ്രതികരണത്തിലും ഒരു അപകടമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് സർക്കാർ. 5000-ഓളം പ്രണയം ഉണ്ടായിരിക്കും എന്നൊക്കെ ഫിലോസഫിക്കലായി പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ അത് അംഗീകരിച്ച മട്ടാണ് യഥാർത്ഥത്തിൽ കെ.ബി. ഗണേഷ് കുമാർ. അവിടെ എന്താണ് നടന്നത് എന്നത് അതൊരു ധാർമ്മികതയുടെ, മൊറാലിറ്റിയുടെ, സദാചാരത്തിൻ്റെയൊക്കെ വിഷയമാണെങ്കിൽ പോലും അതിൽ ഒരു ഒഫൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അതിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിനുമപ്പുറം ഈ ധാർമ്മികതയുടെ പേരിൽ, ഒരു മൊറാലിറ്റിയുടെ പേരിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനൊരു റിസ്ക് എടുക്കാൻ ഇടതുപക്ഷം തയ്യാറാകുമോ എന്നുള്ളതാണ്. കെ.ബി. ഗണേഷ് കുമാർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് തിരിക്കുക? രാജി വിവരങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ വരുന്നു. രാജി വെച്ചേക്കുമെന്ന സൂചനയും വരുന്നു. എന്താണ് മനസ്സിലാക്കുന്നത്? വീട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ കെ.ബി. ഗണേഷ് കുമാർ വീട്ടിൽ തന്നെയില്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ വാളകത്തിലെ വീട്ടിൽ തന്നെയുണ്ട്. ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ വീടിനുള്ളിൽ കാണാം. ആ വാഹനം ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറാവുകയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇന്ന് ക്യാബിനറ്റ് ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് കൺട്രോൾ റൂമിൽ ഉൾപ്പെടെ വാഹനം ഇങ്ങോട്ടേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇത്തരത്തിൽ വീണ്ടും രാഷ്ട്രീയപരമായി പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം കോൺഗ്രസും ഒപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പത്തനാപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ MLA ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തി. ആ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആയുധമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ വീണ്ടും തെരുവിലേക്ക് ഇറക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകളും നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധികളുടെ കാലഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. റെയ്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം അത് കൃത്യമായി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കെ.ബി. ഗണേഷ് കുമാർ മുതിർന്ന CPIM നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയില്ലെങ്കിൽ അദ്ദേഹം ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം LDF സർക്കാർ ഒരു 3ാം ഭരണം ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആക്ഷേപം വരുന്നത്. നിയമപരമായി പരാതി ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണ്. കാരണം മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ വീട്ടിനുള്ളിലുള്ള കാര്യമാണ്, ധാർമ്മികത പറയാം. പക്ഷേ ഒരു ഭാര്യയ്ക്ക് വീട്ടിൽ മർദ്ദനം ഉൾപ്പെടെ ഉണ്ടായി ഒരു സ്ത്രീയുടെ അത്തരം ആക്ഷേപങ്ങളൊക്കെ തന്നെ ഗൗരവകരമായാണ് CPM കാണുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തുന്ന കാര്യമുണ്ടായി. രാഹുൽ വിഷയത്തിൽ എടുത്ത നിലപാട് അത് ഗണേഷ് കുമാർ വിഷയത്തിൽ ഉണ്ടാവുമെന്നൊരു ചോദ്യം ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്ന് വരുന്നു. പൊതുവിൽ പത്തനാപുരം മണ്ഡലത്തിൽ വലിയ പോലീസ് സുരക്ഷയൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു വാഹനമുണ്ട്. അദ്ദേഹം പത്തനാപുരം MLA ആണെങ്കിലും അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര പരിധിയിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു വണ്ടിയുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ വണ്ടി പൈലറ്റ് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവിൽ എല്ലാവർക്കും അറിയാം ഒരു തരത്തിലുള്ള പോലീസ് സുരക്ഷയും ഇല്ലാതെയാണ് കൊട്ടാരക്കരയിലും പത്തനാപുരത്തൊക്കെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ യാത്ര ചെയ്യാറ്. പക്ഷേ ഇന്നലെ മുതൽ കാര്യങ്ങൾ വേറെയായിരുന്നു. ഈ പ്രതിഷേധമൊക്കെ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് സുരക്ഷ മണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ സുരക്ഷ ഏർപ്പാടാക്കുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്തേക്ക് വലിയ സുരക്ഷയിൽ, വലിയ നിരീക്ഷണത്തിലൊക്കെ തന്നെയായിരിക്കും മന്ത്രി പോവുക. വലിയ പ്രതിഷേധ സാധ്യതയൊക്കെ ഉണ്ട്. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പ്രതിഷേധ മാർച്ചുകൾ പത്തനാപുരത്തെ MLA ഓഫീസിലേക്ക് നടക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ഇതിനോടൊന്നും തന്നെ ആയിട്ടുണ്ട്. അത്തരം മാർച്ചുകൾ 9 മണിക്ക് ശേഷം തുരുതുര അങ്ങോട്ടൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആ വീട്ടിലേക്ക് പ്രത്യേകിച്ച് ഇതുവരെ സംഘടനകളൊന്നും പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മന്ത്രി വീട്ടിലുണ്ട്. മന്ത്രി പോകുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമാവുന്ന വിവരം. എപ്പോൾ പോകും, എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിലൊന്നും നിലവിലൊരു വ്യക്തതയില്ല. പക്ഷേ തിരുവനന്തപുരത്തേക്ക് പോകും, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ മന്ത്രിക്കെതിരെ വലിയ